ആദ്യം അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലൊരു മോഡൽ ഉണ്ടാവും. അപ്പം അന്ന് നസീർ സാറൊക്കെയാണ് കത്തി നിൽക്കുന്നത്. ആരായിരുന്നു സാറിൻ്റെ മനസ്സിലെ ഒരു മോഡൽ ആരായിരുന്നു? എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശിവാജി ഗണേശനായിരുന്നു. അത് ശരി, തമിഴ് സിനിമയിലുള്ള ഒരാളാണ്. അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ? ശിവാജി ഗണേശൻ്റെ ആദ്യകാലത്തെ പടങ്ങളല്ല ഞാൻ കണ്ടത്, ഇടയ്ക്ക് വെച്ചാണ് ശിവാജി ഗണേശൻ്റെ പടങ്ങൾ കാണാൻ തുടങ്ങിയത്. പരാശക്തി. അതെ, പരാശക്തി കണ്ടില്ല. പരാശക്തിയാണ് ഫസ്റ്റ് പടം. ഞാൻ കാണാൻ തുടങ്ങുന്നത് ശരിക്കും ഒരു പഠിത്താൽ മട്ടും പോതുമാന്ന് പറഞ്ഞ പടം. ഞാൻ ആ പടത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി അങ്ങ് മാറുകയാണ്. അത് കഴിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ അതിന് മുമ്പുള്ള പടങ്ങൾ കണ്ട് തീർത്തത്. തൃശ്ശൂലം. അതെ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ അയാളെ ഞാൻ അയാളുടെ ഒരു ബ്ലൈൻഡ് ഫാനായി മാറി അയാളാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒറ്റ നടനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത്രയും, അതായത് ചില ആളുകൾ പറയും ഭയങ്കര ഓവറാണ്. അല്ല, സ്റ്റൈലൈസേഷൻ്റെ അല്ല, അവരുടെ കൾച്ചറാണത്. ഞാൻ തന്നെ പുള്ളിയോട് നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കും. ഇങ്ങനെ പറയുന്നത് ഞങ്ങളവിടെ ഓവറാണെന്ന് പറയും. അപ്പം പറഞ്ഞാൽ അത് ഇവിടെ കൈയടിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജ്ഞാനപുളി എന്നുള്ള പടത്തിൽ ഒരു മാതാവേ എന്ന് നമ്മൾ വിളിക്കുന്നതിന് പോലെ മാതാവേ എന്ന് വിളിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇത് ഓവറാണെന്ന് പറയും. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ മദ്രാസ് താമസിച്ചിരുന്ന വീടിന് തൊട്ടപ്പുറത്തൊരു ഒരു 2 കള്ളുടിയന്മാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ഓവറാണ് എല്ലാം. അത് നമ്മൾ പടത്തിലെടുത്ത് ഓവറാണെന്ന് പറയും. അതിഭാവത്വം. അതെ. അപ്പം അത് അല്ലാതെ അഭിനയിച്ച ഒരുപാട് സീനുകളുണ്ട്, ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു. ഈ തേവർ മകൻ രണ്ടാമത്. അതെ, തേവർ മകനുണ്ട്, ഇപ്പം മുതൽ മര്യാദയൊക്കെ നല്ല ഡിഫറൻ്റ് ആണ് കാണിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് അയാളാണ്. അതിനുശേഷം ഇപ്പം നസീസാറിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. നിസ്സാർ പരിചയപ്പെടുന്നതിന് മുമ്പ് നിസ്സാറും സത്യൻ മാഷും ആയിരുന്നു. സത്യൻ മാഷിനെ മരിച്ചതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. പക്ഷേ സത്യൻ മാഷിൻ്റെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു, പടങ്ങൾ കാണുക എന്നുള്ളത്. അപ്പോൾ പണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് നടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രേം നസീറാണ് കാണിച്ചിട്ടില്ല. പക്ഷേ സത്യൻ, ശിവാജി ഗണേശൻ അങ്ങനെ ഇവരൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. ശിവാജി ഗണേശന് മുമ്പിൽ തന്നെ ഒരിക്കലും ഞാൻ ശിവാജി ഗണേശൻ്റെ കട്ടബൊമ്മൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. കട്ടബൊമ്മന മറ്റേ ഒറ്റ സ്പീച്ച് അടിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കൈയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതലേ എനിക്ക് ശിവാജിയിലായിരുന്നു എൻ്റെ ഒരു